നമ്മുടെ തൃച്ചി ഒന്നിറങ്ങിട്ടോ. ഞാൻ രാമേശ്വരം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൃച്ചിയിൽ വന്നിട്ട് ഇറങ്ങി. ഞാൻ അവിടുന്ന് നേരിട്ട് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് തൃച്ചിയിൽ വന്നു. തൃച്ചിയാണ് കേട്ടോ. ഒരു 5 മണിക്കൂർ യാത്ര ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം. നല്ല വൈബല്ലേ. അണ്ണനക്ക് திருச்சி மாவட்டத்துக்கு அண்ணன் வந்துட்டேன்னு சொல்லு. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സംഭവം കണ്ടിട്ട് അതിശയിച്ചു പോയി. ഞാൻ ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിൽ മറ്റേ ഇവിടെ തിരുച്ചിയിൽ വന്നിറങ്ങിയപ്പോൾ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് ഇതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ അവിടുത്തെ ആ ബസ് സ്റ്റാൻഡിൻ്റെ മാതിരിയുള്ളൊരു സംഭവമാണ്. ഇത് കൊച്ചി എയർപോർട്ട് മാതിരി ഒരു സാധനം കെട്ടി വെച്ചിട്ടുണ്ടോ. എന്ത് പൊങ്ങിന്നറിയോ കേട്ടോ. എൻ്റെ പൊന്ന് നോക്കി. ഇത് മാത്രമല്ല കേട്ടോ, ഇത് മാത്രമല്ല, ഇതിൻ്റെ അങ്ങോട്ട് താഴേക്കുണ്ട്. താഴേക്കെന്ന് പറഞ്ഞാൽ കൊമ്പം പരിപാടിയാണ്. ഓ സത്യം പറഞ്ഞാൽ കൊതിപ്പിച്ച് കളഞ്ഞ്. ഇതൊക്കെ നമ്മുടെ സ്റ്റാലിൻ്റെ പരിപാടിയാണ്. സ്റ്റാലിൻ സാറിൻ്റെ പരിപാടിയാണ് തോന്നുന്നത്. അവിടെയൊക്കെ എൻ്റെ പൊന്നടിയാ. ആണോ അങ്ങോട്ട് നോക്കിയേ, അതോ ആ എൻഡിലോട്ട് നോക്കിയേ. വേണ്ട, ആ ഭാഗം മൊത്തമായിട്ട് കിടക്കുക. കാണേണ്ട കാഴ്ച തന്നെ ഉണ്ടോ. അത് മാത്രമല്ല സംഗതി പുപ്പൊളി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു സൈഡേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള സൈഡ് കാണിച്ചു തരാം. അതിന് നോക്കിക്കോ. ഇത് ഈ സൈഡാണ് കേട്ടോ, അത് വേറെ സൈഡാണിതാ. അതാ എൻ്റെ പൊന്നടാ. കേട്ടോ എന്താ ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. ഇവിടെ തന്നെ വന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ അവിടെ അയ്യോ, വികസനം എന്ന് പറഞ്ഞതാ ഈ സംഭവമൊക്കെയാണ് വികസനം. ഇതാണ് ബസ്സുകൾക്കൊന്ന് ശ്വാസം മുട്ടാതെ അടിച്ച് പൊളിച്ച് വന്നിട്ട് പോവാം. അത്രയും നല്ല സ്ഥലങ്ങളാണ്. എന്തായാലും പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. അടിപൊളി സാധനമായിരുന്നു. ഒരു വേറെ വൈബ്. ഇതാണ് കേട്ടോ, ഇതാണ് ഞാൻ കാണിച്ചെന്ന സംഭവങ്ങൾ. കേട്ടോ പൊന്നിടാവേ. കിടുക്കാച്ചി സ്ഥലം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി സ്ഥലം. എൻ്റെ പൊന്നടാ അങ്ങോട്ട് പോയി കേട്ടോ. ഇതാണ് ആ സ്വർഗം. കണ്ട എൻ്റെ പൊന്നെ, ഞാൻ കാണിച്ചെന്നല്ലേ സാർ കേട്ടോ. പൊന്നടാ ഞാനിവിടുന്ന് മറ്റേ രാമേശ്വരത്തേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിനിന് വരാമെന്ന് ആദ്യം വിചാരിച്ചത്.
പിന്നെ ബസ്സിന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കയറി കുട്ടി കണ്ട. അങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടിട്ടോ. എന്താണ് അങ്ങനെ ഇപ്പോൾ രാമേശ്വരം അതാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ രാമേശ്വരത്തേക്കുള്ള വണ്ടി. അവിടെ എത്തുമ്പോഴേക്കൊരു 3-3:30 ഉണ്ട്. എന്തായാലും വണ്ടിയിൽ കയറ്റിരിക്കാം. 9:30 ഇവിടുന്ന് എടുക്കുന്നു. എനിക്ക് അതിശയമാവും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ കൊച്ചി എയർപോർട്ട് എങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലേ? കൊച്ചി എയർപോർട്ടാണ് ഇതുമാതിരി കണ്ടിട്ടുള്ളത്. ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡൊക്കെ എന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞാൽ ഭയങ്കര തന്നെ നമുക്ക്. വാവ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറാൻ പോകണേ.